അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഐശ്വര്യ ഭവനം നമുക്ക് ലഭ്യമാകാൻ വേണ്ടി രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരം പതിവാക്കുക എന്നതാണ്. വീട്ടിൽ നിസ്കാരം പതിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. പുരുഷന്മാർ അവരുടെ ഫറദ് നിസ്കാരം പള്ളികളിലാക്കുകയും ബാക്കിയുള്ള സുന്നത്തുകൾ, ഇപ്പൊ തഹജ്ജുദ് പോലുള്ള നമ്മുടെ റവാത്തിബ് സുന്നത്തുകൾ അടക്കം എല്ലാം വീട്ടിൽ വെച്ച് തന്നെ ആക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ വീട്ടിൽ അതുകൊണ്ട് അഭിവൃദ്ധി ഉണ്ടാകും. വീട്ടിൽ നിസ്കരിക്കാനായി ഒരു ഏരിയ മാറ്റിവെക്കൽ പഴയ കാലത്തെ മുമ്പുള്ള ആളുകളുടെ സ്വഭാവമായിരുന്നു എന്ന് ഇമാമുമാർ പറയുന്നത് കാണാം. അതുപോലെ അവരുടെ വാക്കുകളിൽ കാനമിൻ ആദത്തി സലഫി അൻ യത്തഖിദു ഫീ ബുയൂത്തിഹിം അമാകിന മുഹദ്ദത്തൻ ലിസ്വലാത്തി ഫീഹ. നിസ്കരിക്കാനായിട്ടൊരു ഏരിയ അവിടെ ഉണ്ടായിരുന്നു. അതൊരു ബറക്കത്താണ്, സന്തോഷമാണ്. ഇൻഷാ അള്ളാഹ് പള്ളിയായിട്ടൊന്നും വഖഫ് ചെയ്തില്ലെങ്കിലും നിസ്കാരം കൃത്യമായി നടക്കണം. പുരുഷന്മാർ ഫറദിന് വേണ്ടി പള്ളിയിലേക്ക് പോകണം, അതില്ലാതെ പറ്റില്ല. പള്ളിയിലെ അടുത്ത് താമസിക്കുന്നവർക്ക് കാരണമില്ലാതെ പള്ളിയിൽ ജമാഅത്തിന് പോവാതിരിക്കുന്നത് അത് ശരിയല്ല. അവർ പോകണം. എന്നാൽ അവിടെ നിന്ന് സുന്നത്തുകൾ പരമാവധി വീട്ടിൽ നിന്ന് തന്നെ റവാത്തിബ് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിൽ പോകുന്നു, ഫറദ് നിസ്കരിക്കുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിയിൽ വെച്ച് വീടാണ് അഫ്ളൽ എന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകുന്നത്, അവസാനം വീട്ടിലുമില്ല പള്ളിയിലുമില്ല. അങ്ങനത്തെ അവസ്ഥയാവാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. അങ്ങനത്തെ ആളുകളാണെങ്കിൽ വീട്ടിലെത്തിയാൽ നിസ്കാരം നടക്കൂല എന്നാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ പള്ളിയിൽ വെച്ച് തന്നെ സുന്നത്ത് നിർവഹിക്കലാണ്. അങ്ങനെ സുന്നത്ത് നിസ്കാരം വീട്ടിൽ വെച്ച് ആക്കിയാൽ വീട് ശരിക്കും സജീവമാകുന്നതാണ്. സഹോദരിമാർ അവരും അവരുടെ നിസ്കാര കാര്യങ്ങളൊക്കെ വീട്ടിൽ വെച്ച് കൃത്യതയോടുകൂടെ, പ്രത്യേകിച്ച് സുബഹിന്റെ നിസ്കാരം അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യമുണ്ടാകും. അതിങ്ങനെ പരിശുദ്ധ ഹദീസിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഐശ്വര്യമുള്ള ഭവനത്തിന് വേണ്ടി നമ്മോട് പഠിപ്പിച്ച കാര്യമാണ് അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കൃത്യമായി നമുക്ക് പിന്തുടരാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.